നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുട്ടാ, ഇനി എന്തിനാ അങ്ങനെ വിളിച്ചെന്നെ അപമാനിക്കുന്നേ? മനസ്സിലായില്ല. ഞാനിപ്പോ പറയുന്നത് പോലും തനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നേരത്തെ എന്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്കെന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയുന്നറിയാൻ. സെൽഫി എടുത്തു കഴിഞ്ഞ് അച്ഛനെ പോകാൻ അനുവദിക്കണം. നാളെ പോവാ അച്ഛാ. ഇന്നെനിക്ക് അച്ഛന്റെ അമ്മയുടെ ഒപ്പം കിടക്കണം, കഥകൾ പറയണം, അച്ഛൻ പറയണ കഥകൾ കേൾക്കണം, എന്നിട്ട് സത്യമോക്ക് ഉറങ്ങണം. എന്റെ മോളെ, നിന്റെ മനസ്സിൽ നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ കാണുമ്പോ ഇടനെഞ്ച് പൊട്ടുക. ഒരച്ഛന്റെ സ്നേഹം ഇത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു മകളും വേറെ ഉണ്ടാവില്ല. നിന്നെ ഇങ്ങനെ വീട്ടുവേഷം കെട്ടി കബളിപ്പിക്കുന്നതിന് ഈ അമ്മയോട് പൊറുക്കണം മോളെ. അമ്മയുടെ നിവൃത്തികേട് കൊണ്ടാ. എന്താ അച്ഛാ ആലോചിക്കുന്നേ? മോളെ ഫോണിങ്ങിതാ, നമുക്ക് സെൽഫി എടുക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് അച്ഛാ. ആ ദേ, അച്ഛൻ വാക്ക് പാലിച്ചു. ഇനി സത്യമോള് വാക്ക് പാലിക്കണം. നാളെ പോയാ പോരെ അച്ഛാ? പറ്റില്ല മോളെ. അച്ഛൻ പറഞ്ഞില്ലേ, അടുത്ത ലീവിന് വരുമ്പോ അച്ഛൻ സത്യമോളോടൊപ്പം ഒരാഴ്ച നിൽക്കാം. ആ ഒരാഴ്ചയും നമ്മൾ ടൂറിലായിരിക്കും. അമ്മയും കൂട്ടാം. ആഹാ, അപ്പൊ എന്നെ കൊണ്ടുപോകൂല? ശാരദാമ്മയും പോന്നോട്ടെ അച്ഛാ, പാവമല്ലേ? ആ ഓക്കെ, എങ്കിൽ ശാരദാമ്മയും കൂട്ടാം. പക്ഷേ ഇപ്പൊ എന്റെ മോള് നല്ല കുട്ടിയായിട്ട് അകത്ത് പോണം. അച്ഛൻ പോയിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട, മോള് പോ. മോളെ കണ്ടുകൊണ്ട് പോയ അച്ഛന് സങ്കടമാവും. അതുകൊണ്ട് ചെല്ല. ശരി, എന്നാ സത്യമോക്കൊരു ഉമ്മതാ. മോളെ, മാപ്പ്. ഈ കുരുന്ന മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന്. അച്ഛൻ കരയുവാണോ? ഏയ് ഇല്ല, അത് എന്തോ പൊടി പോയതാ. കണ്ണിൽ ഊരി തരണോ അച്ഛാ? വേണ്ട, മോള് പൊയ്ക്കോ. ഈ കണ്ണുനീരിലത് പൊയ്ക്കോളൂ. ആ, ഒരാഴ്ച ലീവ് എടുത്ത് വരണേ. ഡെഫിനറ്റ് ആയിട്ട് വരും. ഡൺ. ഡൺ. വിളിക്കണം കേട്ടോ അച്ഛാ? വിളിക്കാം മോളെ. വേഗം ഡ്രസ്സ് മാറുമോളെ. സത്യയുടെ അച്ഛൻ വന്ന് വിവരം അറിഞ്ഞ ഏത് നിമിഷം അവരിങ്ങെത്തും. അതൊക്കെ എനിക്കും അറിയാം അമ്മേ. പക്ഷെ സത്യം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ പിന്നെ, സത്യാമ്മയും വിഷ്ണുവും വന്നാ നീ തർക്കിക്കാനൊന്നും നിക്കല്ലേ. നടന്ന കാര്യം അങ്ങ് പറഞ്ഞാ മതി. സത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണെന്ന് അങ്ങ് പറഞ്ഞാ മതി. ഇങ്ങനെ ഒരു അച്ഛൻ ഭൂമിയില് ഒരിടത്തും ഇല്ലെന്ന് വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും വേണം. അമ്മ, ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അച്ഛൻ വരുന്ന പ്രതീക്ഷയിൽ നിൽക്കുക സത്യമോള്. പക്ഷെ ആ മുഖത്ത് നോക്കി ഇനിയും ഈ വേഷം കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ലമ്മ. ആ കുരുന്ന മനസ്സിനെ ചതിക്കാൻ എന്നെ കൊണ്ടിനി പറ്റില്ല. എടി, നീ ഇപ്പൊ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ വരുന്നതൊക്കെ വരും പോലെ വരട്ടെ. നീ പോയി വേഷം മാറാൻ നോക്ക്. ചെല്ല്.
വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ എത്തും. സത്യാവസ്ഥ എന്താണെന്നറിയാൻ. വിഷ്ണുട്ടാ, ഇനിയും എന്തിനാ അങ്ങനെ വിളിച്ചെന്നെ അപമാനിക്കുന്നേ? മനസ്സിലായില്ല. ഞാനിപ്പോ പറയുന്നത് പോലും തനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നേരത്തെ എന്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്കെന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയുമെന്നറിയാൻ. മനസ്സുകൾ തമ്മിൽ അകലുമ്പോ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യ. പ്രത്യേകിച്ചും ഇഷ്ടമുള്ളവരൊക്കെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ. വിഷ്ണുട്ടൻ എന്തൊക്കെയോ മനസ്സിൽ. അപ്പൊ ഞാൻ സംസാരിക്കണോ കുറ്റം? ഞാൻ കണ്ടതും കേട്ടോന്നും സത്യമല്ല, കുറ്റമല്ല അല്ലേ? മോനെ, എന്താ ഉണ്ടായത്? ഉണ്ടായതല്ല, ഇവിടെ അല്ലേ? സത്യക്കൊപ്പം സ്കൂളിൽ വന്ന ആരാ? അതെനിക്കറിയണം. അതാണോ സത്യയുടെ അച്ഛൻ? അപ്പൊ അതാണ് കാര്യം. സത്യയുടെ അച്ഛനാണോ സത്യയുടെ കൂടെ കണ്ടതെന്ന് അറിയണം. ആ സംശയത്തിന്റെ പേരില ഈ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും ഒക്കെ. ശാലിനി, എനിക്ക് എന്നെ മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. വിഷ്ണുട്ടൻ, ഞാൻ അതിനൊന്ന് പറഞ്ഞു. മോളെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് സമാധാനം കളയുന്നത്? നടന്ന എന്താന്ന് വെച്ചാൽ വിഷ്ണുവിനോട് തുറന്നു പറയേ. അവനും അറിയട്ടെ. എന്നായാലും ഇതെല്ലാം വിഷ്ണു അറിയേണ്ടതല്ലേ? പരസ്പരം മനസ്സിലാക്കുന്നവര് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലമ്മേ. ഇത് തെറ്റിദ്ധാരണയാണോ? ഇത് തെറ്റിദ്ധാരണയാണോ? ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടല്ലേ. അത് ആരാണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കഷ്ടം. ഇത്രയും നാളും ഒരേ മനസ്സും ഒരേ ഹൃദയമാണെന്ന് പറഞ്ഞു നടന്നു. ഒരു അന്യാണിന്റെ നിഴൽ വെട്ടം കണ്ടപ്പോ മനസ്സും തകർന്നു, ഹൃദയവും തകർന്നു അല്ലേ? ഞാൻ വിഷ്ണുവേട്ടനെന്നെ അപ്പോഴും ഇപ്പോഴും വിളിക്കൂ. കാരണം അന്നും ഇന്നും എന്റെ മനസ്സിൽ എന്റെ വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ. നീ കള്ളോ പറയുന്നേ? കള്ളത്തരോ പറയുന്നേ? വാക്കുകൾ കൊണ്ട് ആളെ അളക്കുക. വിഷ്ണുവേട്ട, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചുള്ള ഉത്തരം നീ തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.